നമ്മള് ദാറ്റ് ഈസ് എന്താ സ്പീഡ് കണ്ടുപിടിക്കാൻ EB is equal to EB back EMF equal to EB is equal to 5 by 60 into P by A. ഇതിൽ നിന്നാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അതിൽ EB എന്ന് പറഞ്ഞാൽ P മൈനസ് IAR. എത്ര കിട്ടി സ്പീഡിന്റെ വാല്യൂ എത്ര കിട്ടി? സ്പീഡിന്റെ വാല്യൂ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്പീഡ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആൽബർട്ട്, ലിയോൺ, ദേവിക. സ്പീഡിന്റെ വാല്യൂ 2809. നീഡ് 2833 എന്ന് പറഞ്ഞാല് EBയുടെ വാല്യൂ കിട്ടിയത് EB is equal to നമ്മുടെ EB എന്ന് പറഞ്ഞാല് ഏത് മോട്ടറാ? സീരീസ് മോട്ടർ. സോ ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്. ഇത് V ആണ്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ ബോർഡ്? ഇത് V ആണ്, ഇത് EB ആണ്. സോ ദിസ് ഈസ് RSC. ഇവിടുത്തെ റെസിസ്റ്റൻസ് RI ആണ്. സോ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുമ്പോൾ, ഈ കേസിലെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുമ്പോൾ സപ്ലൈ വോൾട്ടേജ് ആണ് ബാക്കി എല്ലാ ഡ്രോപ്പിനെയും മീറ്റ് ചെയ്യുന്നത്. സോ V ഈക്വൽ ടു എങ്ങനെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതാൻ പറ്റുക സീരീസ് മോട്ടറിൽ? ഒന്ന് പറഞ്ഞേ, സീരീസ് മോട്ടറിലെ വോൾട്ടേജ് ഇക്വേഷൻ. സീരീസ് മോട്ടറിലെ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെയാ വരിക? സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എവിടെയൊക്കെ ഡ്രോപ്പ് ആയി പോവും? മൈനസ് അല്ല, ഇവിടെ EB അത് ജനറേറ്ററിലാണ്. EB ബാക്ക് EMF ഉണ്ടാക്കാൻ യൂസ് ചെയ്യും മോട്ടറിൽ. സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് ഒരു ബാക്ക് EMF ഉണ്ടാവുക. ഇവിടെ വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ ബാക്ക് EMF ഉണ്ടാവില്ലായിരുന്നു. So because of the supply voltage there will be back EMF plus series field drop, that is ISC RSC, armature resistance le drop IA RA. Series motor ആയതുകൊണ്ട് IA equal to ISC equal to IL. Same current ആണ്, series ആണ്. So I can write D equal to EB plus ISC ക്ക് പകരം IA കൊടുക്കാം. So IA into RA plus RSC. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനില് ഇതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട EB ആണ് കണ്ടുപിടിക്കുന്നത്. EB ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. V is given as 250 volt. EB ആണ് കണ്ടുപിടിക്കേണ്ടത്. IA armature current is given as 80 ampere. Armature resistance is given as 0.1. Series field resistance is given as 0.05. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 250 is equal to EB plus 80 into 0.15. എത്ര കിട്ടും പറഞ്ഞേ? ഇത് EBയുടെ വാല്യൂ എത്ര കിട്ടും എന്ന് പറഞ്ഞേ പെട്ടെന്ന്. EBയുടെ വാല്യൂ എത്ര കിട്ടുക? EBയുടെ വാല്യൂ എത്ര കിട്ടും? 238 വോൾട്ട് കിട്ടും. ആ 238 വോൾട്ട് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ഫ്ലെക്സ് തന്നിട്ടുണ്ട്, റിസൾട്ട് തന്നിട്ടുണ്ട്, പി ഉണ്ട്, എ ഉണ്ട്, n കണ്ടുപിടിക്കാൻ പറ്റും. സോ n എന്ന് പറഞ്ഞാൽ 28333 ലിയോണിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കുക. ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലിയോൺ ഇവിടെ RI മാത്രമേ എടുത്തിട്ടുള്ളൂ, RSC എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായിരിക്കും ഇവിടെ പറ്റിയ മിസ്റ്റേക്ക് അല്ലേ? അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. സീരീസ് മോട്ടർ ആയതുകൊണ്ട് ഇവിടെ സീരീസ് ഫീൽഡിലെ ഡ്രോപ്പും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ആ വോൾട്ടേജ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്പീഡ് കിട്ടുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു നോക്കട്ടെ, എന്തായിരുന്നു സെക്കൻഡ് പാർട്ട്? സെക്കൻഡ് പാർട്ട് ചോദിച്ചേക്കുന്നത് BHP. BHP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഹോഴ്സ് പവർ. BHP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഹോഴ്സ് പവർ. ഈ BHP കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ പവർ മെഷർ ചെയ്യാനുള്ള HP ഹോഴ്സ് പവറിലൊക്കെയല്ല ചില മോട്ടറിന്റെ ഒക്കെ റേറ്റിംഗ് വരുന്നത്. അപ്പം പവർ മെഷർ ചെയ്യാനുള്ള വേറൊരു പവറിന്റെ വേറൊരു റേറ്റിംഗ് നമ്മൾ കിലോ വാട്ടിലും വാട്ടിലും ഒക്കെ പറയുന്ന പോലെ വേറെ റേറ്റിംഗ്. HP ഇത്ര HP മോട്ടർ ഒക്കെ പറയത്തില്ല, അതുള്ള റേറ്റിംഗ് അത്രേ ഉള്ളൂ BHP. അപ്പൊ ഇവര് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് BHP കണ്ടുപിടിക്കാനാണ്, ബ്രേക്ക് ഹോഴ്സ് പവർ കണ്ടുപിടിക്കാനാണ്. അത് കണ്ടുപിടിക്കാൻ BHP is equal to output power divided by 746. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ 746 വെച്ച് ഡിവൈഡ് ചെയ്താണ്. ഔട്ട്പുട്ട് പവറിനെ കണ്ടുപിടിച്ച് അതിനെ 746 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോ ഇനി ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ 736 കൊടുക്കുന്നുണ്ട്. അത് അമേരിക്കൻ സ്റ്റാൻഡേർഡും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്ത 746 ആണ്. 735.5 എന്നൊക്കെയാണ് ചില ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. നോർമലി നമ്മൾ ചിലത് മീൻസ് നെറ്റിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണാം. നമ്മൾ 746 വെച്ചാൽ ചെയ്യുന്നത് യൂഷ്വലി. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ BHP കണ്ടുപിടിക്കണമെങ്കിൽ we need to find out the output power. നമുക്കറിയാം മോട്ടറിന്റെ കേസിൽ ഔട്ട്പുട്ട് പവർ ഈസ് എ മെക്കാനിക്കൽ പവർ. ഔട്ട്പുട്ട് പവർ എന്നുള്ളത് മെക്കാനിക്കൽ പവർ ആണ്. അത് നമുക്ക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഔട്ട്പുട്ട് പറയുക. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പവർ ഫ്ലോ ഡയഗ്രാം അറിയണം. എങ്ങനെയാ പവർ ഫ്ലോ? മോട്ടറിന്റെ കേസിൽ ഇൻപുട്ട് ഈസ് ദ ഇലക്ട്രിക്കൽ പവർ, സോ ഇലക്ട്രിക്കൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഇൻടു ലൈൻ കറന്റ് IL, V ഇൻടു IL ആണ്. അത് ആർമേച്ചറിലോട്ട് കൊടുക്കും. ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ. ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിന്റെ ഇക്വേഷൻ എന്താ? ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിന്റെ ഇക്വേഷൻ എന്താ? പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ എന്താ? ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന പവറിന്റെ ഇക്വേഷൻ പറയേ. ആരെങ്കിലും ഒന്ന് പറയാ. പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ ഇക്വേഷൻ Eg into Ia. Eg into Ia. That is in the case of generator. ജനറേറ്ററിലെ ജനറേറ്റഡ് EMF പറയുക. മോട്ടറിൽ അതിന് പകരം മോട്ടറിലെ ജനറേറ്റഡ് EMF നമ്മൾ എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക? EB ബാക്ക് EMF അല്ലേ? സോ ഇവിടെ അതുകൊണ്ട് EB into Ia. മോട്ടറിൽ ബാക്ക് EMF ആണ് ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് EB into. പിന്നെ നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് പവർ ഈസ് ദ മെക്കാനിക്കൽ പവർ. മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ.
നമുക്ക് ഇലക്ട്രിക്കൽ ടേംസിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഇവിടെ ഇലക്ട്രിക്കൽ കൺവേർഷൻ നമ്മൾ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് പറയും, മെക്കാനിക്കൽ കൺവേർഷൻ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയും, ഓവറോൾ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പവർ ഫ്ലോ ഡയഗ്രാം പഠിച്ചതാണ്. ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പവർ ഫ്ലോ ഡയഗ്രാം ലോസസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് ജനറേറ്ററിനെ കമ്പയർ ചെയ്തിട്ട് ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇവിടെ എനിക്ക് വേണ്ടത് ഔട്ട്പുട്ട് പവർ. ഓക്കെ, ഈ ഒരു കൺവേർഷൻ ഇവിടെ ഇലക്ട്രിക്കൽ കൺവേർഷൻ ബി ഇൻറ്റു ഐ അല്ലെങ്കിൽ ഇ ബി ഇൻറ്റു ഐ ആർമിച്ചതാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഇത് മെക്കാനിക്കൽ കൺവേർഷൻ. സോ ഇവിടുത്തെ ലോസ് എന്ന് പറഞ്ഞാൽ അയൺ ലോസ് പ്ലസ് മെക്കാനിക്കൽ ലോസ്. ഇവിടുത്തെ ഈ ഫ്ലോയില് ലോസ്റ്റ് ആയി പോകുന്നത് ഇലക്ട്രിക്കൽ ലോസ് ആയിരിക്കും, ദാറ്റ് ഈസ് എ കോപ്പർ ലോസ് ആയിരിക്കും. ഇവിടെ പവർ ഫ്ലോ ഉണ്ടാകുമ്പോൾ ലോസ് ആയി പോകുന്നത് അയൺ ലോസ് പ്ലസ് മെക്കാനിക്കൽ ലോസ് ആയിരിക്കും. കാരണം ഇവിടെ ഇലക്ട്രിക്കൽ കൺവേർഷൻ നടക്കുന്നത്, ഇവിടെ നടക്കുന്നത് മെക്കാനിക്കൽ കൺവേർഷൻ. ക്ലിയർ ആയോ? ഇത് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? സോ എനിക്ക് ഔട്ട്പുട്ട് പവർ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഈ ഇ ബി ഇൻറ്റു ഐ എ മൈനസ് അയൺ ലോസ് പ്ലസ് മെക്കാനിക്കൽ ലോസ് ചെയ്താൽ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇവിടുത്തെ പവർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് അയൺ ലോസും മെക്കാനിക്കൽ ലോസും മൈനസ് ചെയ്യുന്നതാണ് എന്ത്? ഔട്ട്പുട്ട് പവർ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഐഡിയ കിട്ടുന്നുണ്ടോ പറയുന്നത്? അതോ ഞാൻ വെറുതെ പറയാണോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ഇ ബി അറിയേ ആർമസിലെ പവർ കണ്ടുപിടിക്കാൻ എളുപ്പം. അതിന്റെ ഇ ബി ഞാൻ കണ്ടുപിടിച്ചു 238. ഓക്കെ, ആർമസിലുള്ള കറണ്ട് 80 ആംപിയർ ആണെന്ന് തോന്നുന്നു, നോക്കിക്കോ. മൈനസ് ക്വസ്റ്റ്യനില് അയൺ ലോസും മെക്കാനിക്കൽ ലോസും തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. നോക്കട്ടെ, അയൺ ലോസും മെക്കാനിക്കൽ ലോസും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. Iron and frictional losses are 0.1 kW. So this minus 0.1 kW എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാ? 0.1 into 1000, that is 100. That is 238 into 8. എത്രയാ? കറക്റ്റ് ആണോ നോക്കണേ? 940 watts. Okay, so this divided by this output power divided by 746 ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഹോഴ്സ് പവർ കിട്ടും. അപ്പം കിട്ടുന്ന വലിയ വാല്യൂ ആണ്. മീൻസ് അത് ഡിവൈഡഡ് ബൈ 1000 കൂടെ ചെയ്യണം കേട്ടോ. കിട്ടുന്ന ഒരു 25390 എന്ന് കിട്ടുമോ? ഇത് ഇൻറ്റു 10⁻³ സോറി 10⁻². അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നതാണ്? 10⁻³ ഇല്ല, കറക്റ്റാ കിട്ടുന്നത്. പറഞ്ഞോ എത്ര കിട്ടി വാല്യൂസ്? BHP എത്ര കിട്ടി? 25.38. 25.38 HP.
25.38 ഹോഴ്സ് പവർ ആയിരിക്കും ഈ മോട്ടറിന്റെ ഔട്ട്പുട്ട് പവർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ബ്രേക്ക് ഹോഴ്സ് പവർ കാണാൻ ഒന്നുമില്ല, നമ്മുടെ ഔട്ട്പുട്ട് പവർ ഉള്ള വാട്ട്സിലുള്ള ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ 746. കൺഫ്യൂഷൻ ആവും ചിലടത്തൊക്കെ, നമ്മൾ പഠിച്ചതൊക്കെ 736 ആണ്. 746. ഓക്കെ, ഇനി അടുത്തത്, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ക്വസ്റ്റ്യനിലുള്ളത്? ഷാഫ്റ്റ് ടോർക്ക്. ഷാഫ്റ്റ് ടോർക്ക് TSH. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ പവർ കൊടുക്കുമ്പോൾ ആർമേച്ചറിൽ നമ്മൾ ടോർക്ക് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആർമേച്ചറിൽ ഒരു ടോർക്ക് ഉണ്ടാവും. ദാറ്റ് ടോർക്ക് ഈസ് കോൾഡ് ആർമേച്ചർ ടോർക്ക് TA. ആൻഡ് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത് 0.159 and the P5 is into IA/A ചെയ്താൽ ആർമേച്ചർ ടോർക്ക് കിട്ടും എന്നുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്നത്തെ ഇക്വേഷൻ യൂസ് ചെയ്തത്. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ phi into IA എന്നൊക്കെ നമ്മൾ റിലേഷൻ നിങ്ങളെ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ആർമേച്ചർ ടോർക്ക്. പക്ഷേ ഈ ഒരു മോട്ടറിന് ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് മുഴുവൻ എങ്ങോട്ട് പോകുന്നില്ല, ലോഡിലോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഷാഫ്റ്റിൽ കിട്ടില്ല. അതിനിടയ്ക്ക് എന്തുണ്ടാവും? കുറച്ച് ടോർക്ക് ലോസ് ആയി. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പം എല്ലാ മെഷീനിലും മോട്ടറിന്റെ ആർമേച്ചറുമായിട്ട് അത്ര അടുത്തല്ല ലോഡ് കപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, മോട്ടർ ഒരു സ്ഥലത്തിരിക്കുമായിരിക്കും, ലോഡ് വേറൊരു സ്ഥലത്തായിരിക്കും. ഓക്കെ, അതിനെന്താ പറയാ, ഷാഫ്റ്റ് വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൽറ്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് അതിന്റെ ലോഡ് ഇരിക്കുന്നത്. സോ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ടോർക്ക് മുഴുവനും ലോഡിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ലോഡിൽ അഫക്റ്റ് ആവുന്ന ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്. ഓക്കെ, അപ്പൊ ആർമേച്ചർ ടോർക്കിന് കുറവായിരിക്കും ഷാഫ്റ്റ് ടോർക്ക്. സോ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ TSH എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർമേച്ചർ ടോർക്ക് TA മൈനസ് ലോസ്റ്റ് ടോർക്ക്. കുറെ ടോർക്ക് ലോസ് ആയി, അല്ലെങ്കിൽ ലോസ്റ്റ് ടോർക്ക് എന്നോ ലോസ്റ്റ് ടോർക്ക് എന്നോ ഒക്കെ പറയാം. ഓക്കെ, സോ ഷാഫ്റ്റ് ടോർക്ക് എപ്പോഴും ആർമേച്ചർ ടോർക്ക് മൈനസ് കുറച്ച് ടോർക്ക് കുറച്ചിട്ടായിരിക്കും എപ്പോഴും ഷാഫ്റ്റ് ടോർക്ക് കിട്ടുക. അപ്പോ ഈ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട് പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്. ഓക്കെ, ഔട്ട്പുട്ട് പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്. ആർമേച്ചർ ടോർക്ക് എന്ന് പറഞ്ഞാല് പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ, ദാറ്റ് ഈസ് EB/IA കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്കാണ് ആർമേച്ചർ ടോർക്ക്. നമ്മൾ ഇതൊക്കെ ടോർക്ക് പഠിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ്. ആർമേച്ചറിൽ ഉണ്ടാവുന്ന ടോർക്കാണ് ആർമേച്ചർ ടോർക്ക്. അത് ആർമേച്ചർ പവറിന് കറസ്പോണ്ടിങ് ആണ്, ദാറ്റ് ഈസ് EB/IA കറസ്പോണ്ടിങ്. ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുള്ള ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്, ഷാഫ്റ്റിൽ ഉണ്ടാവുന്ന ടോർക്കാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവറിന് കറസ്പോണ്ടിങ്. ഓക്കെ, സോ ഈ ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാൻ TSH ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 2πn TSH/60 ആയിരിക്കും. അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ P എന്ന് പറഞ്ഞാൽ T ഒമേഗ ആയിരിക്കും. ഞാൻ അതിന് പകരം നിങ്ങൾ ലാബിൽ യൂസ് ചെയ്ത ഇക്വേഷൻ ഇതാ. ഔട്ട്പുട്ട് പവർ 2π ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെന്റിൽ, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ പവർ ഈക്വൽ ടു T ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഇക്വേഷൻ ഇത് ഞാൻ എഴുതിയത്. പവർ എന്ന് പറഞ്ഞാൽ T ഒമേഗ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ആണ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്ക് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ടോർക്ക് ആണ് ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2πn/60. ഇവിടുന്നാണ് ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ.
നിങ്ങൾ ലാബിൽ പഠിക്കുകയാണ്. ലാബിൽ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. അതിനുവേണ്ടി ഇക്വേഷൻ. സോ ഇവിടെ എനിക്ക് സിമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് കുറച്ച് മുമ്പ് ഞാൻ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ചിരുന്നു, സ്പീഡ് കണ്ടുപിടിച്ചിരുന്നു, അതിന് TSH. പെട്ടെന്ന് പറഞ്ഞ TSHന്റെ വാല്യൂ, ഷാഫ്റ്റ് ടോർക്കിന്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഷാഫ്റ്റ് ടോർക്കിന്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. കഴിയുമ്പോൾ പറയണേ. ആൻസർ കിട്ടിയിട്ട് പറയണേ പെട്ടെന്ന്. $760 ആണോ പറഞ്ഞത്? എത്ര? 6.38 ആണ്. എന്തോ ദേവിയുടെ ആൻസർ എത്രയായിരുന്നു? 6.383. 6.383. 6.383. യൂണിറ്റ് എന്താ? എന്താ ടോർക്കിന്റെ യൂണിറ്റ്? ടോർക്കിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ. ടോർക്കിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. It's 6.383 Newton meter. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? സൂര്യ, ആദിൽ, ആൻസർ കിട്ടിയോ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഓരോരോ ഇത് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്
The pull in newtons at the rim of the pulley of diameter 25 centimeter. The pull in newtons. That is, newtons that is the force. Okay. At the rim of the pulley of diameter 25 centimeter. നിങ്ങൾക്ക് റിം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കാട്ടി നല്ലപോലെ അറിയാമായിരിക്കും അല്ലേ? അപ്പോ പുള്ളി, ഒരു പുള്ളിയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് മോട്ടർ. സോ ആ പുള്ളിയുടെ റിമ്മിലുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു പുള്ളിയുടെ റിമ്മിലുള്ള ഫോഴ്സ് ആണ്. ഈ പുള്ളിയുടെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെയൊക്കെ എങ്ങനെ ആ ഫോഴ്സ് കണ്ടുപിടിക്കാം? ഇതൊക്കെ ജനറൽ ഇക്വേഷൻ ആണ്, മോട്ടറിന്റെ ഇക്വേഷൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാം? പറഞ്ഞേ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ഉള്ള ഫോഴ്സ് ആണ് എന്താ? ടോർക്ക്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ, ഫോഴ്സ് ഇൻറ്റു that perpendicular distance ആണ് എന്താ? ടോർക്ക്. ഡൗട്ട് ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നുള്ളതില് നിങ്ങളൊന്നും ഇല്ലേ അവിടെ? No, miss. Clear. സോ ടോർക്ക് എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ടിലുള്ള പുള്ളി എന്നൊക്കെ പറഞ്ഞാല് മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ എൻഡിലാണ് നമ്മൾ പുള്ളിയൊക്കെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷാഫ്റ്റിന്റെ എൻഡിലാണ് പുള്ളി കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ടോർക്ക് PSH, which is equal to force into perpendicular distance. Perpendicular distance ആണ്, ഡയമീറ്റർ ആണ്, റേഡിയസ് ആണോ എന്ന് പറഞ്ഞേ. ഫോഴ്സ് എവിടുന്ന് ആക്ട് ചെയ്യുന്നത്? ഈ പുള്ളിയുടെ സെന്ററിൽ നിന്നല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യാം. സോ ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ദ റേഡിയസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മനസ്സിലായോ? അതായത് ഈ പോയിന്റിൽ ഈ പോയിന്റിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടോർക്ക് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു സാധനത്തിന്റെ സെന്ററിൽ നിന്നല്ലേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്ന പുള്ളി. സോ ഇതിന്റെ സെന്ററിൽ നിന്നാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? സൂര്യ? So this perpendicular distance is the radius. Radius is 12.5 into 10 raised to TSH നമുക്ക് കിട്ടിയ 6.383, which is equal to force into 12.5 into 10 raised to -2. പെട്ടെന്ന് കണ്ടു പറഞ്ഞ എത്ര ഫോഴ്സ് ഇൻ ന്യൂട്ടൺസ്? ആ ഫോഴ്സ് ഇൻ ന്യൂട്ടൺസിന്റെ വാല്യൂ സ്പീഡിൽ പറഞ്ഞേ. Yes, 51064 ആണോ? 51.04 ആണോ? കിട്ടിയില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ബുക്ക് ഒന്ന് മറിച്ച് നോക്കൂ. ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ റെക്കോർഡിങ്സ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത്
ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടോ? DC മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ടോർ വേഴ്സസ് ആർമേച്ചർ കറന്റ്, ടോർ വേഴ്സസ് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് ഒക്കെ. ദേവിക ഒന്ന് ബുക്ക് മറിച്ച് നോക്കൂ. ജനറേറ്ററിന്റെ എടുത്തിട്ടുണ്ട്. ജനറേറ്ററിന്റെ ഉള്ളു, മോട്ടറിന്റെ എടുത്തില്ല. ഓക്കെ, നമ്മളിപ്പോ അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടർ ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ, മോട്ടറിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതൊക്കെ. സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കും. അപ്പോ നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടെ പറയുന്നവരാണ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടർ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ്. Then we are going to study speed versus armature current. Then അടുത്ത speed versus torque. Okay, പിന്നെ നമ്മൾ armature current versus output power. Okay, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതില് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ്. ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ്, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ്, സ്പീഡ് വേഴ്സസ് ടോർക്ക്. ഇതില് ഞാൻ പറയുന്ന കാര്യം ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാബ് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ ഇപ്പം മോട്ടോഴ്സിന്റെ DC ഷണ്ട് മോട്ടോർ, സീരീസ് മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ ഒക്കെ നിങ്ങൾ പഠിച്ചു. ലാബ് എക്സ്പെരിമെന്റ് നിങ്ങളെ കാണിച്ചു തന്നു. അതിലൊക്കെ നിങ്ങൾ വരയ്ക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരിക്കലും ലാബ് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. ഓക്കെ, പ്ലോട്ട് ദ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ഷണ്ട് മോട്ടർ എന്ന് ഒരിക്കലും ചോദിക്കില്ല. ചോദിക്കുന്നത് എങ്ങനെ ആയിരിക്കും? പ്ലോട്ട് ദി ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ഷണ്ട് മോട്ടർ, അല്ലെങ്കിൽ പ്ലോട്ട് ദി ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടർ യൂസ് ഫോർ കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന മോട്ടർ ഷണ്ട് മോട്ടർ ആണ് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് കാര്യമാണ് നിങ്ങൾ അറിയണം. ഓക്കെ, സോ ഈ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറന്റ് പറയുന്ന പേരാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് is called electrical characteristics. Speed versus torque is called mechanical characteristics. ഇനിയിപ്പോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ദിസ് make us to understand that any motor which motor can be used for a particular application. ഒരു മോട്ടർ ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ദ മോട്ടർ, അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താ? സ്പീഡ് വേഴ്സസ് ആർമേച്ചർ. ഒരു മോട്ടറിന്റെ സെലക്ഷനാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ജസ്റ്റ് പെർഫോമൻസ്, ഔട്ട്പുട്ട് പവർ അല്ലേ. ഇപ്പൊ മോട്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആർമേച്ചർ കറണ്ട് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മോട്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്.
ഇത് മൂന്നെണ്ണം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടർ. ടോർ വേഴ്സസ് ആർമേച്ചർ കറന്റ് ഈസ് ഇലക്ട്രിക്കൽ ക്യാരക്ടർ. Then speed versus armature current is used to make us to understand the motor selection of the motor for a particular application. Then speed versus torque is a mechanical theory. ഇതൊന്ന് എഴുതിയെടുത്തോ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. സ്പീഡ് വേഴ്സസ് ടോർക്ക് ഏത് ക്യാരയാ, അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ ഏത് ക്യാരയാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കുറേ ചോയ്സും കാണും. ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ് നിങ്ങൾ എഴുതുന്നത് പെട്ടെന്ന്. എഴുതി കഴിഞ്ഞോ? Yes, miss. ഓക്കെ. ദെൻ നമ്മളിനിയും ഓരോ മോട്ടറും എടുത്തിട്ടാണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഇത് മോട്ടർ വേണം, സീരീസ് മോട്ടർ. സീരീസ് മോട്ടറാണ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ സീരീസ് മോട്ടർ. കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ സീരീസ് മോഡലിൽ ഫസ്റ്റ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനേ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. രണ്ട് റിലേഷനാണ്, സ്പീഡ് റിലേഷൻ ആൻഡ് ടോർക്ക് റിലേഷൻ. ഒന്ന് പറഞ്ഞേ, ആ സ്പീഡ് റിലേഷൻ ടോർക്ക് റിലേഷൻ എന്താ? നമ്മൾ ഇന്നലെ എഴുതി വെച്ചതാ. എന്താ അത് ടോർക്ക് റിലേഷൻ എന്ന് പറഞ്ഞേ. പറഞ്ഞേ, എന്താ ടോർക്ക് റിലേഷൻ? ഇപ്പോഴും ഞാൻ പറഞ്ഞ ടോർക്ക് റിലേഷൻ എന്താണ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, സ്പീഡിൽ പറഞ്ഞേ. എങ്ങനെ ടോർക്ക് റിലേഷൻ കിട്ടുന്നത്? എന്താണ് ടോർക്ക് റിലേഷൻ എന്ന് പറഞ്ഞതാണ്. പറ എന്താ ടോർക്ക് റിലേഷൻ? ടോർക്ക് ഇക്വേഷൻ ഞാനിപ്പോ എഴുതിയത്. എന്താണ് ടോർക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു? ടി എ ഈക്വൽ ടു പറയേ
എന്താ നോക്കിക്കേ ദേവിക, ബുക്ക് നോക്കിക്കേ. ദേവികയുടെ അല്ല, ഞാൻ ദേവികയുടെ കയ്യിൽ ബുക്ക് ഓൾറെഡി ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാ പറയുന്നത്. ബാക്കി എല്ലാവരുടെയും ബുക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതോടെ ദേവിക ദേവിക എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. 0.159 P5Z into IA by A. 0.159 P5Z into IA by ഇതില് 0.515 കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് പോൾസ് കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത്, ലാപ്പ് ആണെങ്കിലും വേവ് ആണെങ്കിലും അതും കോൺസ്റ്റന്റ് ആണ്. സോ ടോർക്ക് TA ഈസ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? ഫൈക്കും IAക്കും പ്രൊപ്പോർഷണൽ. അത് രണ്ടുമാണ് ഇവിടെ വേരി ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ടോർക്ക് റിലേഷൻ. ഞാൻ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ടോർ റിലേഷൻ. ഇതുപോലെ നമ്മൾ സ്പീഡ് റിലേഷനും പഠിച്ച. സ്പീഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ EB is equal to P5Z into P5Z അല്ലല്ലോ 5Z by 60 into IA by ഇതായിരുന്നു എന്താ സ്പീഡ് ഇക്വേഷൻ, സോറി EMF ഇക്വേഷൻ. ഇത് Z കോൺസ്റ്റന്റ് ആണ്. ഓക്കേ, ഇതല്ലല്ലോ എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു EMF ഇക്വേഷൻ? E is equal to 5Z by 60 into E equal to 5Z by 60 into T divided by E. ഇതാണ് EMF ഇക്വേഷൻ. ഇതില് Z കോൺസ്റ്റന്റ് ആണ്, T കോൺസ്റ്റന്റ് ആണ്, A കോൺസ്റ്റന്റ് ആണ്, 60 കോൺസ്റ്റന്റ് ആണ്. So we can write E is proportional to N5 or N is proportional to E by 5. This is the speed relation. Okay, ഇത് torque relation, ഇത് speed relation. അപ്പോൾ ഈ രണ്ട് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഫുള്ള് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് എഴുതുന്ന ക്യാരക്ടറിസ്റ്റിക്സിന് തൊട്ട് മുമ്പ് അപ്പൊ നിങ്ങൾ എഴുതുക ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി കഴിഞ്ഞ ശേഷം ഇത് എഴുതാം. T is proportional to 5IA, N is proportional to EB by 5. ഇത് രണ്ടും എഴുതി, ഈ രണ്ട് റിലേഷൻ എഴുതി വെച്ചേ. ഇതിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാൻ പോകുന്നത്. ഇതിനാണ് നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാൻ പോകുന്നത്. പറഞ്ഞേ എഴുതി കഴിഞ്ഞോ? ഇത് എഴുതിയോ? എഴുതി കഴിഞ്ഞോ ആൽബർട്ട്? യെസ് മിസ്, എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം സീരീസ് മോട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. സീരീസ് മോട്ടറിന്റെ DC സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. First cara, we are going to study the electrical cara, that is torque versus armature current cara. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ T is proportional to 5IA. ടോർക്ക് ഇക്വേഷൻ റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോർക്ക് ഇക്വേഷനിൽ വന്ന റിലേഷൻ ആണിത്. അപ്പം നമ്മുടെ cara ഇലക്ട്രിക്കൽ cara എന്ന് പറയുന്നത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് cara. ആർമേച്ചർ കറന്റ് is taken as the x-axis and torque is taken as the y-axis. നിങ്ങൾ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചോളൂ, പറഞ്ഞു തന്നിട്ട് എഴുതിയാൽ മതി. ആർമേച്ചർ കറന്റ് x-ആക്സിസിലും ടോർക്ക് y-ആക്സിസിലുമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക്
ഡയറക്റ്റ് റിലേഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഓക്കെ, ഇനിയും ഈ നമുക്കറിയാം DC series motor. So this is the armature and this is the series supply voltage. നമുക്കറിയാം ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊപ്പോർഷണൽ ടു കറന്റ് ത്രൂ ദ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ്ങുള്ള കറന്റ് പ്രൊപ്പോർഷണൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫീൽഡ് വൈൻഡിങ്ങുള്ള കറന്റ് കൂടുന്തോറും ഫ്ലെക്സ് കൂടും, ഫീൽഡ് വൈൻഡിങ്ങുള്ള കറന്റ് കുറയും തോറും ഫ്ലെക്സ് കുറയും. ഓക്കെ, ഇതിൽ കൂടെ എത്ര കാരണം ഇലക്ട്രോമാഗ്നറ്റാ, എത്ര കറണ്ട് പാസ് ചെയ്യുന്നു അത്രത്തോളം ഫ്ലെക്സ് കൂടും, എത്ര കറണ്ട് കുറയുന്നു അത്രത്തോളം ഫ്ലെക്സ് കുറയും. സോ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ് ത്രൂ ദ ഫീൽഡ് വൈൻഡിങ്. നിങ്ങൾ ഇത് നോക്കിക്കേ, ഇത് ഒരു ഫീൽഡ് വൈൻഡിങ്ങുള്ള കറന്റ് എന്ന് പറഞ്ഞാൽ ഏത് കറണ്ടാ? സെയിം ആസ് ആർമേച്ചർ കറന്റ്. സോ ഹിയർ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു IA. ഡൗട്ട് ഉണ്ടോ ഈ എഴുതിയതില്ല? ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കറന്റ് ത്രൂ ദ ഫീൽഡ് വൈൻഡിങ്ങിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ ഫീൽഡ് വൈൻഡിങ്ങുള്ള കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർമേച്ചർ കറന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ആദിൽ? ഓക്കെ, സോ ഇവിടെ ഒരു ഫൈ ഉണ്ടോ? ഓക്കെ, സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് ഹിയർ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ ഫൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? IA. സോ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA into IA എന്ന് പറഞ്ഞാൽ IA സ്ക്വയർ ആയിരിക്കും എന്തിന്റെ കേസിൽ? സീരീസ് മോട്ടറിന്റെ കേസിൽ. മനസ്സിലായോ? സോ സീരീസ് മോട്ടറിന്റെ കേസിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ IA സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരും? ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരും? പ്രൊപ്പോർഷണൽ ടു IA എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. IA സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? അത് ഏതിന്റെ ഏതുപോലെ ഇരിക്കും? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാ വരിക? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. Torque is proportional to IA square എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ്. പോൾ? ടോർക്ക് കൂടുമ്പോൾ IA കൂടും. പരാബോളിക് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ പരാബോളിക്. Okay, torque is proportional to IA square എന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരാബോളിക് നേച്ചർ ആയിരിക്കും. ഇനി നമുക്കറിയാം ഈ ഫ്ലെക്സ് കൂടുന്ന എവിടം വരെ ഉള്ളൂ? ഞാൻ പറഞ്ഞു ഫ്ലെക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഇങ്ങനെ കറണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലെക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവോ? എത്ര വരെ കൂടും? എവിടം വരെ കൂടും? ഇൻക്രീസ് ചെയ്യും. പറഞ്ഞതായതെല്ലാം എവിടെ വരെ ഇൻക്രീസ് ചെയ്യും? സാച്ചുറേഷൻ വാല്യൂ വരെ. അത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫ്ലെക്സ് കൂട്ടിയാലും കറണ്ട് ഇൻക്രീസ്. ജനറേറ്ററിന്റെ കേസിലൊക്കെ പറഞ്ഞതാ. സാച്ചുറേഷൻ കഴിഞ്ഞാൽ മാഗ്നറ്റിക് സാച്ചുറേഷൻ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കറണ്ട് കൂടുന്നതനുസരിച്ച് ഫ്ലെക്സ് കൂടും. പക്ഷേ അപ് ടു ആ ഒരു മാഗ്നറ്റിനൊരു പർട്ടിക്കുലർ സാച്ചുറേഷൻ വാല്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ എത്ര കറണ്ട് കൂട്ടിയാലും ഫ്ലെക്സ് കൂടില്ല. ഫ്ലെക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ആണോ? Yes, miss. So ഈ റിലേഷൻ അപ് ടു സാച്ചുറേഷൻ വരെ. So after saturation ഫ്ലെക്സ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ കോൺസ്റ്റന്റ് ആയിരിക്കും, ഫ്ലെക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA. സാച്ചുറേഷൻ വാല്യൂ വരെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആയിരിക്കും. ആഫ്റ്റർ സാച്ചുറേഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA. സ്ട്രെയിറ്റ് ലൈൻ. ദിസ് ഈസ് ദ സാച്ചുറേഷൻ. സാച്ചുറേഷൻ പോയിന്റ്
ഇത് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇവിടെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എസ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. സോ ഇതാണ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി സീരീസ് മോട്ടോർ. മനസ്സിലാക്കിയാൽ ഇതൊന്നും പഠിക്കാനൊന്നുമില്ല, എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് അറിയണം. പ്രത്യേകിച്ച് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ബുക്കിൽ നിങ്ങളുടെ ഇതിൽ എഴുതി വെച്ച്, പിന്നെ നിങ്ങൾ വായിച്ചാലും മനസ്സിലാവുന്ന രീതി ഒന്ന് പെട്ടെന്ന് എഴുതി വെച്ച്. ഇന്ന് 5th അവർ ഉണ്ട്. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? യെസ് മിസ്. ഓക്കെ, ഇനി ബാക്കി ക്യാര 5th അവർ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾ പറയാനുള്ളത് ഒന്നുമില്ല. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു മിസ്.